അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്താ? ഒരു ഫൺ ചലഞ്ച് ആണ്. ചലഞ്ച് അല്ല, ഗെയിം. ഒരു ഗെയിം. എന്താ ഗെയിം? Who knows who better? Who better? അപ്പോ നമുക്ക് ഗെയിമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ഒരുപാട് നമുക്ക് സന്തോഷമുള്ള നമ്മുടെ ലൈഫിലെ ഒരു വലിയൊരു മൂമെന്റ് ആയിരുന്നു. അതെ, അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മളെ വിഷ് ചെയ്തു. പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഇപ്പോഴും സ്റ്റിൽ അതിന് നമുക്ക് നല്ല നല്ല കമന്റ്സ്. അതിൽ മോസ്റ്റ്ലി വന്നിരിക്കുന്നത് കണ്ണന്റെ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? അത് നമ്മൾ ഉള്ളിൽ നിന്ന് ചിരിക്കുന്നോണ്ട് വരുന്ന ഒരു അല്ല, അത് കാരണം നമുക്ക് ആ ഒരു ടൈമിൽ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അങ്ങനെ ഒരു ശരിക്കും. അതെ. അപ്പൊ പിന്നെ അതുമല്ല കുറെ പേരൊക്കെ അവരുടെ ഒരു വീട്ടില് വരുന്ന അതിഥിയെ പോലെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെ ഫീഡ്ബാക്സ് പോസിറ്റീവായിട്ട് കിട്ടാറുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോ ബിയോണ്ട് എക്സ്പെക്ടേഷൻ ആയി പോയി. കാരണം ഇപ്പോഴും അതിൽ പറഞ്ഞ പോലെ നമുക്ക് നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടും കുറെ അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ തന്നെ ഭയങ്കര സന്തോഷം. ഈ ടൈമിൽ ഇങ്ങനത്തെ ഓരോ ഇത് കാണുമ്പോഴും അതിലേക്ക് കൂടുതൽ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും വന്നിട്ടില്ല അതില്. സാധാരണ വീഡിയോസ് ചിലപ്പോൾ വരാറുണ്ട്, അത് ഈ പേരും നാളൊന്നും ഇടാതെ വരുന്ന അങ്ങനെ. പിന്നെ കൂടുതലും പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം. അല്ല, യൂട്യൂബിൽ പിന്നെയും പറഞ്ഞ പോലെ നമുക്ക് ചില മിസ്റ്റേക്കുകൾ എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോനെ റിലേറ്റ് ചെയ്തിട്ട്, അപ്പൊ അതൊരു പ്രാങ്ക് ആയിരുന്നു. അപ്പൊ അതെന്താ വെച്ചാൽ പ്രശ്നം, നമ്മൾ പ്രോപ്പർ ആയിട്ട് കാണാത്തതിൽ വരുന്നൊരു പ്രശ്നമാണ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം അതിലേക്ക് വന്നത്. അത് ചില ഫേക്ക് അക്കൗണ്ട്സ് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അപ്പൊ തന്നെ അത് എനിക്ക് കൊടുക്കാൻ പറ്റുന്നവരോട് ഞാൻ അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ യൂട്യൂബിൽ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു 12-13 മിനിറ്റ് ലെങ്ത്തിന്റെ വീഡിയോസ് ആവുന്ന സമയത്ത് നമ്മൾ മൊത്തം കാണുമ്പോഴാണ് കാണാതിരിക്കാൻ പക്ഷെ കാണുമ്പോഴാണ് നമുക്ക് എന്താണ് അത് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും, കൂടുതലും എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായും. പിന്നെ അതുപോലെ നമ്മള് ബൈക്കിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റിവ്യൂ, നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ പോലെ കൂടുതൽ ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം. ഞാൻ അതിന് പറഞ്ഞെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിന് ഓൾറെഡി പ്രൊഫഷണൽ റിവ്യൂ അല്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അതിനെ പറ്റി നമ്മൾക്കിപ്പോ ഒരു സംഭവം ഇഷ്ടമായി നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കും. ഇവളും കൂടി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് വലിയ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്നില്ല. ഞാനിപ്പോ വേറൊരു ടെക് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളും പറയും. ഇതിപ്പോ യൂസർ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു പ്രൊഫഷണൽ റിവ്യൂ അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അപ്പോ അതാണ് എനിക്ക് വീഡിയോന് മുമ്പ് പറയുന്നത്. പിന്നെ എന്താ, ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒഴിവനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഇടും. അതെ. അപ്പൊ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പക്ഷെ ഇന്ന് നമ്മൾ ഈ വീഡിയോ അല്ല ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് പിന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നിടത്തുണ്ടായിരുന്നു സ്കാനിങ്. കുറച്ച് അപ്പൊ നല്ല നല്ല മൊമെന്റ്സ് ആയിരുന്നു, അത് ക്യാപ്ചർ ചെയ്യാമെന്ന് കരുതി. പക്ഷെ അത് ഇന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കത് പറ്റിയില്ല, സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ വീഡിയോ വഴിയേ വരും. പോകുമ്പോ എന്തായാലും അത് ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അപ്പൊ ഞാൻ വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതെ. അപ്പൊ ഇതിന് പണിഷ്മെന്റ് അങ്ങനെ നമ്മൾ ഇത് വീഡിയോ തീരുമാനിച്ചിട്ടില്ല. അതെന്താ പണിഷ്മെന്റ് വേണം നിങ്ങൾ ഓരോരുത്തരും കമന്റ്സ് പറഞ്ഞാൽ അത് നമ്മൾ അടുത്തൊരു വീഡിയോ പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ മേ ബി അറിയാതിരിക്കാം. അതൊക്കെ ഞങ്ങളുടെ ഫൺ ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങളും ആ രീതിയിൽ തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും മുഷിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ? അപ്പൊ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ അല്ല സോറി ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എങ്കിലും ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അത് നമ്മൾ എപ്പോഴും മാച്ചാ. ആദ്യം നമുക്ക് ഇതിന്റെ ഉപയോഗം എന്താ? ഇത് ഞാൻ ശരിക്കും എന്ന് വെച്ചാൽ തമ്പനയിലൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പൊ വീഡിയോയിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തെന്ന് തുടങ്ങാം? DOB എന്ന് തുടങ്ങാം, ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, കണ്ണന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ജൂലൈ 12, 1996. താങ്കളുടെ 20 ഡിസംബർ
1999. രണ്ടുപേർക്കും പോയിട്ടുണ്ട്. അതൊക്കെ അല്ല, ശരിയല്ലേ? ഓ, രണ്ടുപേരും അത് എനിക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഏത്? പക്ഷെ അറിയാം ട്ടോ, വേണം ചിട്ടാണ് ചില സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറ്. എനിക്ക് ശരി ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം. ഇനി നമുക്ക് നോക്കാം മലയാള മാസം. ജനന സമയം ഒന്നും ചോദിക്കുന്നില്ല. ഇല്ല, ജനന സമയം എനിക്ക് അറിയില്ല. എന്താ എനിക്കറിയാൻ മലയാള മാസം. കണ്ണേട്ടന്റെ മലയാള മാസം ഞാൻ പറയാം, മിഥുനം. എന്റെ മലയാള മാസം പറയൂ. എടാവോ? ഏട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കിയെങ്കിലും ചെയ്തിട്ട് പറയൂ. തെറ്റി. ഇതിനുള്ള പണിഷ്മെന്റ് നിങ്ങൾ പറയണം. എന്റെയോ? എന്റെ ധനു. ഞാൻ ആലോചിക്കണമൊക്കെ എന്റെ ഏതാന്നുള്ളത്. ഞാനത് അമ്മ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞ് ഒഴിയാലോ. ഇല്ല, ഞാൻ സത്യം മലയാള മാസം അതിനെ കുറിച്ച് അവെയർ ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്റെ തന്നെ എനിക്കറിയാം, അത് എനിക്കൊരു. പക്ഷെ നമ്മള് ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം ബർത്ത്ഡേസ് ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യുന്നതെല്ലാം മലയാളത്തിൽ വെച്ചിട്ടല്ലേ. അപ്പൊ ഇത് ഉത്തരം ഇവിടെ തെറ്റിച്ചിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ ഉത്തരം ആരെ തെറ്റിച്ചതെന്നുള്ളത് ആരും അവര് പറയും. ഭയങ്കര ചൂട്, മഴയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂടല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. ലാസ്റ്റ് മൂവി വി വാച്ച് ടുഗദർ. അവസാനമായി ഞങ്ങൾ ഒരുമിച്ച് കണ്ട സിനിമ. ഓക്കെ, ഞാൻ പറയാം. ടർബോ. തിയേറ്ററിൽ വെച്ചാണോ അത്? നീ ലാസ്റ്റ് മൂവി നമ്മളെ ഒരുമിച്ച് കണ്ട ലാസ്റ്റ് മൂവി, അത്രേ ഉള്ളൂ. അത് തിയേറ്റർ അങ്ങനെ ഇല്ല. ലാസ്റ്റ് ഓക്കെ, അത് ടർബോ തന്നെയാണ്. പക്ഷെ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ജെട്ടി. അത് രണ്ടുപേർക്കും OTT റിലീസ് ആയപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് നമ്മള് 2 days മുമ്പെയാണ് ആ വീഡിയോ കണ്ടത്. കാരണം ടൈം ഉണ്ടായിരുന്നില്ല, വെറുതെ ഇരിക്കുന്ന ടൈം കിട്ടുന്നില്ല. നമുക്ക് ഈ ജോലിയുടെ കാര്യങ്ങള് സംഭവങ്ങളായ കാരണം നമുക്ക് ടൈം കിട്ടിയില്ല സിനിമ കാണാനായിട്ട്. പിന്നെ OTT ഇറങ്ങിയല്ല, തിയേറ്ററിൽ ഇറങ്ങിയപ്പോ കാണാൻ പറ്റിയില്ല. OTT തിയേറ്ററിൽ ഇറങ്ങിയപ്പോ നമ്മൾ എന്തുകൊണ്ടോ പോയില്ല അല്ലേ? ബാംഗ്ലൂരാണ് നമ്മൾ. ശരിയാ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇപ്പൊ എത്ര ചോദ്യം ചോദിച്ചു? 3 ചോദിച്ചിട്ട് 3 ഞാൻ പറഞ്ഞു, 2 താങ്കൾ. 3 ഞാൻ പറഞ്ഞു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഷൂ സൈസ്. ഷൂ സൈസ് ഒക്കെ ഇവിടെ ചോദിക്കുന്നത് വിദേശത്ത് ചോദിക്കാൻ നിൽക്കുന്നു. അതെ, എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഷൂ സൈസ് ഇവിടെ ചോദിക്കുന്നത് എന്താന്നുള്ളത്. അത് വിടൂ, ഇന്ത്യയിലത്തെ കാര്യം പറയൂ. അതായത് എന്റെ കണ്ണേട്ട പറയണ്ടല്ലോ, അത് ഞാനാ പറയാ. എന്റെ പറയൂ ഫസ്റ്റ്. താങ്കളുടെ ഷൂ സൈസ് 6. ചില സമയത്ത് എനിക്ക് ചിലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ, പക്ഷെ മോസ്റ്റ്ലി എന്റെ ഇതല്ല 7 ആണ്. എന്റെ ഷൂ സൈസ്. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഷൂ വാങ്ങി തന്ന ആളാണ് ഈ പറയുന്നത്. അതന്നെ പറഞ്ഞത്. നീ എന്താ പറഞ്ഞ 6ഉം യൂസ് ചെയ്യാറുണ്ട് പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്ക് ചില സമയത്ത് ചില ചെരുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതാവില്ലേ, ഷൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടാൻ പറ്റില്ല. ഇനി കണ്ണായിട്ട് ഞാൻ പറയട്ടെ, പറയാൻ പോവാണ്. 9 തെറ്റി. 9.5. 0.5. ഇവിടെ 0.5 ഇല്ല. എവിടെ? സെന്റിമീറ്റർ വൈസ് നോക്കുമ്പോ വരും, അതാ പറഞ്ഞത്. അത് സാരമില്ല. 9 എത്തിയില്ലോ ഞാന്. അടുത്തെത്തിയില്ലോ. അടുത്തെത്തിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ 7 പറഞ്ഞില്ലേ? അല്ല 6 പറഞ്ഞില്ലേ? വീടോടത്ത് കടന്ന് എനിക്ക് പോയിന്റ്. എന്നാ ശരി, രണ്ടുപേർക്ക് ഹാഫ് ഒന്നും വേണ്ട, എനിക്കൊരു പോയിന്റ് വേണം. ഒരു പോയിന്റ് കിട്ടി. ബെറ്റർ, എനിക്കും ബെറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ട്ടോ. എന്നാണ് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? അടുത്ത നിമിഷം 19 ജൂൺ അല്ല 19 സെപ്റ്റംബർ 2023. ആദ്യം കയറി ഗോൾ അടിക്കാൻ സാരമില്ല. 19 എന്ന് പറയുമ്പോ 19 ജൂൺ വർഷം 2023 നമ്മുടെ കല്യാണം കഴിഞ്ഞു.
മലയാള മാസം എന്നാ പറയുകയാണെങ്കിൽ പറയോ, ഇത് പറയോ, നമ്മുടെ മാരേജ് കഴിഞ്ഞ ഡേറ്റ് പറയോ? സെപ്റ്റംബർ 15, 2023. അങ്ങനെ നേരത്തെ 19 ജൂൺ. 19 എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പെട്ടെന്ന് മാസം മാറ്റി. അത് സാരമില്ല. ആ നോക്ക് പിഗ്ഗിനോസ് ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെ പോയ പിഗ്ഗിനോസല്ല, അതിന് വേറെ നെക്ക് ഗ്രാബ് ചാലഞ്ച് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ ടൈമില് നെക്ക് ഗ്രാബ് ചെയ്ത നന്നാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫേവറേറ്റ് കളർ? എന്റെ പറയോ? ബ്ലൂ. ആ തെറ്റാ. ഗ്രീൻ. ഒരു ഓപ്ഷനേ പറയാൻ പാടുള്ളൂ. വൈറ്റ്. നിർത്തൂ, ഇനി ഞാൻ കണ്ട എന്റെ പറയട്ടെ. ബ്ലൂ. തെറ്റ്. തെറ്റ്. ഏതാ കളേഴ്സിൽ എനിക്ക് ഇഷ്ടം ഓറഞ്ച്. ഓറഞ്ച് അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഒന്ന് നോക്കട്ടെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഇഷ്ടം ഇതാ. എന്റെ ഏതാ പറയൂ? ഞാൻ പറഞ്ഞു മഞ്ഞ. അല്ല അല്ല, നമ്മുടെ കല്യാണ സാരിയിലുണ്ട് ഓറഞ്ച്. ഞാൻ ഓറഞ്ച് കല്യാണ അല്ല ലാവെൻഡർ. അത് കല്യാണത്തിന് നിന്നെ കൂട്ടിക്കൊണ്ടിട്ട് അതന്നെ കല്യാണ സാരി. നമുക്ക് രണ്ട് കല്യാണ രണ്ട് കല്യാണ സാരി അല്ലേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക്. രണ്ട് കല്യാണ സാരിയോ? കല്യാണത്തിന് എടുക്കുന്ന സാരി ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ കൂട്ടി കൊണ്ടുവരുമ്പോ എടുക്കുന്ന സാരി അത് രണ്ടും കല്യാണത്തിന്റെ തന്നെയാ. ഓക്കെ, അപ്പൊ അങ്ങനെ പക്ഷെ എനിക്ക് ആ കളർ ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ അവര് സെലക്ട് ചെയ്തു. തള്ളി മറിച്ചതല്ല, ഞാൻ കാര്യം പറഞ്ഞത്. അപ്പൊ എത്ര ചോദ്യങ്ങൾ പറഞ്ഞു? ഇപ്പൊ ഞാനാ ലീഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോ 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കേട്ടോ. അതില് 6 ഞാൻ പറഞ്ഞു, 4 അല്ല അല്ല, കന്നിട്ട് 2 പറഞ്ഞില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫേവറേറ്റ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് എന്ത് മീഡിയത്തിലൂടെ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ കണ്ണേറിന് ഇഷ്ടം? എന്റെ ഇഷ്ടം അറിയും. അയ്യോ, ഞാൻ പറയട്ടെ. ഇതൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യമായിട്ടോ, എന്നാലും ഞാൻ പറയാ ബൈക്ക്. ഫ്ലൈറ്റ്. ഞാൻ ഇത്രയും പുരോഗമിച്ചു വിചാരിച്ചില്ല. എപ്പോഴും ഫ്ലൈറ്റിലല്ലല്ലോ യാത്ര ചെയ്യാ. എപ്പോഴും ചെയ്യാറില്ല, പക്ഷെ അവസരം കിട്ടുമ്പോ ചെയ്യാറുണ്ട്. കാരണം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്യുന്നല്ലോ ഒരിക്കലും. അത് പറയുമ്പോഴാട്ടോ ഭയങ്കര ഫ്ലൈറ്റിന്റെ ഒരു ഫാമിലി. അതെ, എനിക്ക് അതിന്റെ എന്താ പറയാ, അങ്ങനെ ഒരു ചെറുപ്പം തൊട്ട് അതിലൊരു ക്രേസ് ആണ് എയർലൈൻസ്. ഞങ്ങൾ അതായത് പുറത്തൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഏത് എയർലൈൻ പോവാണെങ്കിലും എത്ര ദൂരെയാണെങ്കിൽ ഏത് എയർലൈൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഏത് മോഡലാണ്, അല്ലെങ്കിൽ ഏത്, അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം ഏറ്റവും നമ്മൾ കൺവീനിയന്റ് ആയിട്ടുള്ള ട്രാവൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് തന്നെയാണ്. ഇപ്പൊ കാർ, ബൈക്ക്, അല്ലെങ്കിൽ ട്രെയിൻ, ബസ്, അതിലെല്ലാം കൂടി എനിക്ക് ഫ്ലൈറ്റ് ഇഷ്ടം. പക്ഷെ നമ്മളിപ്പോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കാറും ബൈക്കും ഒക്കെ നോക്കുമ്പോ അതെനിക്ക് ബൈക്ക്. ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം, അല്ലാതെ ഉത്തരം പറയൂ. നിന്റെ നടരാജ്. നടരാജോ? നടക്കാൻ നീയല്ലേ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 3 കിലോമീറ്റർ നടക്കാൻ ₹1 വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ₹1 കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കും. അങ്ങനെയല്ല, ഞങ്ങൾ അതെടുത്ത് വെച്ചിട്ട് എന്ത് ചോദിച്ചാ വൈകിട്ട് തിരിച്ച് നടന്നു വരുമ്പോ വടയും ഇതും വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ വല്ല മിഠായി എന്തെങ്കിലും. അങ്ങനെ മിഠായികളുടെ കാര്യം പറഞ്ഞപ്പോ എത്ര നമുക്ക് എത്ര നൊസ്റ്റാൾജിയ ഉള്ള മിഠായികൾ ഉണ്ട് അല്ലേ? എനിക്ക് തേനുണ്ടാ, കമ്പറ് കട്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അല്ല, നീ കഴിക്കുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞ ഉത്തരം ശരിയോ തെറ്റോ പറയണം. ശരി, അല്ല തെറ്റ്. എനിക്ക് നടക്കാനോ നല്ല ഇഷ്ടം. എനിക്ക് ബൈക്കില്. നീ തന്നെ പറഞ്ഞു നീ ആദ്യമായിട്ട് ബൈക്കിൽ കയറുന്നത്. അല്ലല്ലോ, നിന്റെ വലിയച്ഛന്റെ വണ്ടിയിൽ. ഞാൻ ബൈക്കിലൊക്കെ കയറിയിട്ടുണ്ട്. സോറി, എന്റെ മിസ്റ്റേക്ക്.
ബൈക്ക് എല്ലാ മീഡിയം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ബൈക്കാണ് മീഡിയം അല്ല, എല്ലാ മോഡും നമുക്ക് ഇഷ്ടമാണ്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ? പറയണ്ട, ചോദിക്കൂ. അടുത്തത് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ, ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇന്ന സ്ഥലം വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കില്ലേ, ആ സ്ഥലം ഏതാണ്? എന്റെ ഏതാന്ന് കണ്ണേട്ടൻ പറയണം. കണ്ണേട്ടൻ ഏതാണ്? ഞാൻ കണ്ണേട്ടൻ പറയാമല്ലേ? എനിക്കറിയാം. കണ്ണേട്ടൻ ഞാൻ പറയട്ടെ. കണ്ണേട്ടന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും വിസിറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ കൂടുതലും അതായത് കേട്ടത് എന്നൊക്കെ മനസ്സിലായത് ന്യൂസിലാൻഡ്. ആദ്യമായിട്ട് നീ ഒരു കറക്റ്റ് സ്ഥലം പറഞ്ഞു. ശരിയാ? അത് മാത്രമുള്ള അത് ഞാൻ കണ്ണേട്ടനെ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതെന്റെ ഡ്രീം. ഓക്കെ, ഇനി എന്റെ പറയൂ. മാൽദീവ്സ്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മളൊരു ഡേ അല്ലേ? ഞാൻ വരില്ല, ഇഷ്ടമല്ല മാൽദീവ്സ്. പിന്നെ ഹണിമൂണിൽ ചെലവ് ഹണിമൂണിന് ചെലവ് ചോദിക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് പോയി. അത് രണ്ടുപേരും കറക്റ്റായി പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കണ്ടോ, ഹൂ നോസ് ഹൂ ബെറ്ററിൽ ഞങ്ങള് വിജയിച്ചു ശരിക്കും. അതെടുത്ത് എപ്പോഴെപ്പോഴും കഴിയാത്ര ഹൂ നോസ് ഹൂ ബെറ്റർ. അയ്യോ തെറ്റിപ്പോയി, ഹൂ ബെറ്റർ ഹൂ നോ രണ്ടാണെങ്കിലും. ഇനി ലാസ്റ്റ് ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? ലാസ്റ്റ് ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. മോസ്റ്റ് ഫേവറേറ്റ് വീഡിയോ ഇൻ ഇൻസ്റ്റാഗ്രാം ദാറ്റ് യു വാച്ച്ഡ് അഗൈൻ ആൻഡ് അഗൈൻ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ കണ്ടോണ്ടേ ഇരുന്നുണ്ടായിരുന്ന വീഡിയോ, കണ്ണേട്ട് കണ്ടോണ്ടിരുന്നുണ്ടായിരുന്ന വീഡിയോ ഞാൻ പറയട്ടെ. ഏത് വർഷം തൊട്ടിട്ടാ? നമ്മളുടെ ഈ റീസെന്റ് ആയിട്ടുള്ള നമ്മളുടെ പോസ്റ്റ് ചെയ്തതില്. ഞാൻ വന്നതിന് ശേഷമുള്ളത് കേട്ടോ. അതില് കണ്ടിട്ട് കൂടുതലും ഇഷ്ടപ്പെടുന്നതും കൂടുതൽ കണ്ടിട്ടുള്ളത് ഏതാ അറിയോ? ഇത് എന്ന പുതുവാസം ഇത് നീ മറ്റും വേണ്ടും പെണ്ണേ, അതല്ലേ? അത് അല്ല, അതെ. കണ്ണേട്ടൻ എപ്പോഴും അതായത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, അതുണ്ടെങ്കിൽ പോയി കാണാം. ഇവിടെ മേക്കപ്പ് ചെയ്ത് ഞാനൊരു വഴി ഇട്ടിട്ടുണ്ട്. ഒരു വഴിയല്ല, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും പറയില്ല അങ്ങനെ ആദ്യമായിട്ടാ മേക്കപ്പ് ചെയ്യിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും അമ്മ പറയാറുണ്ട് ഇവിടെ കണ്ടിട്ട് ചെറുപ്പത്തില് പാവ കുട്ടികളുടെ തലയൊക്കെ പിടിച്ച് ഊരിട്ടൊക്കെ ലാസ്റ്റ് കൊണ്ടുവരും എന്നുള്ളത്. പക്ഷെ ഇതുമായിട്ട് ചെറിയൊരു കണക്ഷൻ എനിക്ക് ഇല്ലെങ്കിൽ ഹൂ നോസ് ഹൂ ബെറ്റർ ആയിട്ട് മാറും. ഇനി എന്റെ പറയൂ, ഞാൻ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് കല്യാണത്തിന്റെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആരെങ്കിലും വിവാഹം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതും എന്റെ ഫേവറേറ്റ് തന്നെയാ. പക്ഷെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഏതാ അറിയോ? നമ്മുടെ ജേർണി. അതിലെ ഫസ്റ്റ് പോർഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയിലെ ചില പോർഷൻസ് എനിക്ക് ഇഷ്ടമല്ല. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ റിസൾട്ട് എന്താ അവർക്ക് കണ്ട ഒബ്വിയസ്ലി മനസ്സിലാവും ഞാൻ തന്നെയാ വിന്നർ എന്നുള്ളത്. പിന്നെ അടുത്ത കാര്യം ഇതില് എന്ത് പണിഷ്മെന്റ് കൊടുക്കണം അത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. കാരണം എന്താ, നമുക്ക് പണിഷ്മെന്റ് കിട്ടിയില്ല, ഓൾറെഡി നമ്മളെല്ലാം ചെയ്തിട്ടുള്ള ഒരുമാതിരി പണിഷ്മെന്റ്. നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് അത് നമുക്ക് വേണമെങ്കിൽ ചാലഞ്ച് ആക്കി മാറ്റാം. അങ്ങനെയും ചെയ്യാം അല്ലേ? ഈ ഇതൊന്നും വേണ്ട. നെക്ക് ഗ്രാബിംഗ് ചാലഞ്ച് 10 മാസത്തേക്ക് ഗ്രാബിംഗ് ചാലഞ്ച് വേണ്ട. പിന്നെ പിഗ്ഗി ന്യൂസ് വേണ്ട. വേണമെങ്കിൽ 10 ദിവസം ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് മാറി നിൽക്കുക, ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോകാൻ പറയുക, അങ്ങനെ ഞാൻ ചെയ്യും തീർച്ചയായിട്ടും. അതൊന്നും അവര് പറയില്ല. അവർക്ക് എപ്പോഴും നമ്മൾ രണ്ടുപേരെയും ഒപ്പങ്ങളാണ് ഇഷ്ടം. അങ്ങനല്ലേ? അതെ, അങ്ങനെ. അപ്പോ ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ ചുരുങ്ങിയ പരിമിതമായ സമയങ്ങൾ വെച്ച് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നല്ല പണിഷ്മെന്റ് കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിരിഞ്ഞു മറിച്ച് ഞാൻ പറയുന്നത് കുഴപ്പമില്ല.
പിന്നെ എന്താന്ന് വെച്ചാണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് ബിഗ് ന്യൂസിനെ പറ്റിയിട്ട് അപ്പോൾ ആ വീഡിയോ വഴിയേ വരുന്നുണ്ട്. അപ്പൊ അതിൽ വല്ല സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളൊരു ഫൺ ഫാക്ടിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെയും പറയുന്നു, നമ്മൾ പ്രൊഫഷണൽ അല്ല. ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.